ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിന് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു. 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുന്ന മറ്റൊരു സംഭവമാണ് 7 അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ് ഈശോ. ഇവിടെ ബാക്കി 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു, ബാക്കി വന്നത് ശേഖരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഇവിടെ ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആദ്യത്തെ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിൽ ഈശോ പറയുന്നത് ഈശോ എനിക്ക് അനുകമ്പ തോന്നി എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്ന കമ്പാഷൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവർ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്നും വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യം, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് 8-ാം അധ്യായത്തിൽ, മർക്കൂസ് 8-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യമാണ്. ഈശോ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? ഹൗ മെനി ലവ്സ് ഡു യു ഹാവ്? ഹൗ മെനി ലവ്സ് ഡു യു ഹാവ്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഇതാണ് ഇന്നത്തെ സുവിശേഷഭാഗത്തിലെ വളരെ മനോഹരമായൊരു വാക്യം. ഈശോ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? നമ്മളെപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്കൊന്നുമില്ല, ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല, നമ്മൾ പങ്കുവെച്ചാൽ നമ്മുടെ കയ്യിലില്ലാതാകും, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കും, ഇതിങ്ങനെ ഒരു വിജനസ്ഥലമാണല്ലോ, നമ്മൾ ദാരിദ്ര്യത്തിലാണല്ലോ, നമ്മുടെ ദാരിദ്ര്യാവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ശൂന്യത, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രശ്നം, പ്രതിസന്ധി, ഇങ്ങനെ പല കാര്യങ്ങൾ, ഒഴിവ് കഴിവുകൾ പറയുവാനായിട്ട് നമുക്ക് നിരവധി കാണും. എണ്ണിപ്പറക്കി പറയാനായിട്ട് സാധിക്കും, ഇങ്ങനെ കുറേ കാണും, ഒരു ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഈശോ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുണ്ട്: നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്തെല്ലാം ഉണ്ട് എന്ന്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളിലേക്ക് ഞാൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണിയെടുത്തേ. 7 അപ്പമുണ്ട് എന്നവർ പറയുക. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് സമയം തികയുന്നില്ല, സൗകര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അസ്വസ്ഥമായൊരവസ്ഥ, പ്രതിസന്ധികൾ നിരവധിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാമായിരുന്നു. അങ്ങനെ പരാതി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഈശോ പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് ഞാൻ മറ്റ് പലതും നൽകിയിട്ടുണ്ട്. നിനക്ക് നിൻ്റെ കാര്യങ്ങളെ, നിൻ്റെ പ്രതിസന്ധികളെ മറികടന്ന് നിൻ്റെ കാര്യങ്ങൾ, നിൻ്റെ ദൗത്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന പരുവത്തിന് ഞാൻ പലതും തന്നിട്ടുണ്ട്. നിൻ്റെ ഒരു സിറ്റുവേഷൻ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു സാഹചര്യം, നിനക്ക് ഞാൻ പങ്കുവച്ച് തന്നിരിക്കുന്ന ചില നല്ല സൗഹൃദങ്ങൾ, ചില നല്ല ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഗുരുക്കന്മാർ, ഇങ്ങനെ സാധ്യതകൾ വേറെ കുറേ ഉണ്ട് നമ്മുടെ കൂടെ. ഇതിനെക്കുറിച്ച് നമ്മൾ അത്രയ്ക്ക് അവെയറല്ല, അത്രയ്ക്ക് ബോധവാനല്ല. ഈശ്വരയാണ്, ഒന്ന് തിരിഞ്ഞ് ആഴത്തിലേക്ക് ചിന്തിച്ച് നോക്കുക, എന്തൊക്കെയാണ് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെന്ന്. നമുക്കില്ല ഇല്ല 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തൊക്കെയാണ് കർത്താവ് തന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത എന്തോരം കാര്യങ്ങൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നല്ല മനസ്സ്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന അപാരമായൊരു ധൈര്യം, ദൈവത്തിൽ അടിയുറച്ച് നിലനിൽക്കാൻ സാധിക്കുന്നൊരു വിശ്വാസം, ഇനി ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും തരും എന്ന ദൈവം നൽകുന്നൊരു പ്രത്യാശ. അങ്ങനെ ദൈവം നമ്മളെ, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിധികളെ തിരിച്ചറിയുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഈശോ നമ്മളോട് ഓരോരുത്തരോടുമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? എടുത്തുപയോഗിക്കുക. നിനക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിന് വേണ്ടി, നിന്നെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നിന്നോൽ ആശ്രയമർപ്പിച്ച് നിൽക്കുന്ന അനേകർക്ക് വേണ്ടി നിനക്ക് നിൻ്റെ അപ്പം, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന വസ്തുത. നമ്മൾ ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് തൊഴിൽ സ്ഥലത്തായിക്കോട്ടെ, ഏത് സമൂഹത്തിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, സൗഹൃദ സംഘങ്ങൾക്കുള്ളിലായിക്കോട്ടെ, നമ്മൾ എവിടെയാണെങ്കിലും നമുക്കുള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അപ്പങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അപ്പകഷ്ണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്കായി പങ്കുവെച്ച് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും വളർന്നു കയറുവാനായിട്ട് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു, നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ആ പ്രചോദനം നമുക്ക് ഏറ്റെടുക്കാം. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ
കാതുകളിലും ഹൃദയത്തിലും മുഴങ്ങട്ടെ. നിൻ്റെ കയ്യിൽ എത്ര അപ്പമുണ്ട്?